മൂന്ന് മുന്നണികളിലുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം കടുക്കുന്ന പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ ചെങ്കവല ഡിവിഷനിൽ ഇത്തവണ ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥിയുമായാണ് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി പ്രദേശത്തെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ചെങ്കവിള ഹരിഹരനാണ് ഇത്തവണത്തെ ചെങ്കവിള ബ്ലോക്ക് ഡിവിഷന്റെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ മുന്നണി പോരാളിയായി നിന്ന കരുത്തും ജനപിന്തുണയുമാണ് ഹരിഹരനെ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിച്ചത്. 2018-19 കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്ന ഹരിഹരൻ പാർട്ടി സഹായത്തോടെ സുരേഷ് ഗോപിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് ചെങ്കവിളയിലെ വെളിയാങ്കോട്ടുകോണം കാട്ടുകുളം കാവുവിള റോഡിന്റെ പുനർനിർമ്മാണം 16 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കാൻ മുൻകൈയെടുത്തു നിന്നു. MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച ഹരിഹരന് ശക്തമായ പിന്തുണ പ്രദേശത്തു നിന്ന് ലഭിക്കുന്നതായി പറയുന്നു. അതായത് പൊതുപ്രവർത്തന രംഗത്ത് ഏകദേശം ഞാനൊരു 1/4 നൂറ്റാണ്ടിലധികമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. ആ പൊതുപ്രവർത്തനം സജീവമായി നിന്നുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ എനിക്കിവിടെ കാഴ്ചവെക്കാം. പ്രത്യേകിച്ച് ചെങ്കവള, എൻ്റെ സ്വന്തം സ്ഥലമായ ചെങ്കവള വാർഡിൽ എനിക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. എൻ്റെ പാർട്ടിയുടെ സഹായത്തോടുകൂടി കേന്ദ്ര ഫണ്ട്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ ഫണ്ട്, അദ്ദേഹം രാജ്യസഭ MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ് ഇതാ കാണുന്ന ഈ റോഡ്. ഇൻ്റർലോക്ക് ചെയ്ത് നവീകരിച്ചിരിക്കുന്ന ഈ റോഡ് ഏകദേശം 15,53,000 രൂപയാണ് ഈ റോഡിന് വേണ്ടി സുരേഷ് ഗോപി സാർ നമുക്ക് വേണ്ടി അനുവദിച്ചത്. എൻ്റെ പാർട്ടിയുടെ സഹായത്തോടെ, കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ അനുവദിച്ചതാണ്. അപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാനൊരു ജനപ്രതിനിധിയല്ല എങ്കിൽ പോലും എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും എൻ്റെ പാർട്ടിയുടെയും സപ്പോർട്ട് കൂടി ചെയ്യുവാൻ സാധിച്ചു എങ്കിൽ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ചെങ്കവള ഡിവിഷനിൽ വരുന്ന പാറശാല ബ്ലോക്കിലെ വിവിധ മേഖലകളിൽ ഒരുപാട് റോഡുകളുടെ പോരായ്മകൾ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരും. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആയിരുന്നാലും, കേന്ദ്രമന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപി സാറായിരുന്നാലും, ജോർജ് കുര്യൻ സാറായിരുന്നു, ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ ജയിച്ചു വരുമെന്നാണ്. ആ ഉറപ്പാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം. ജയിച്ചു വരുമെന്നാണ്. അപ്പം നമ്മൾ ജയിപ്പിക്കേണ്ടത് നമ്മുടെ ജനങ്ങളുടെ കടമയാണ്. ഞങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ സപ്പോർട്ടുണ്ട്, ആ ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്. കൃത്യമായിട്ടും പാറശാല ബ്ലോക്കിൽ ചെങ്കവള ഡിവിഷനിൽ ഒരു മാറ്റം കൊണ്ടുവരും. അതൊരു ചരിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരോട്, പാറശാല പഞ്ചായത്തുകൾ ഉൾപ്പെട്ട ചെങ്കവല ഡിവിഷന്റെ വികസന മുരടിപ്പുകൾ